മലക്കപ്പാറയിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ പാഞ്ഞെടുത്ത കാട്ടാന ഷോളയാർ തോട്ടപ്പുരയിലാണ് സംഭവം. മലക്കപ്പാറയിൽ നിന്ന് അതിരപ്പള്ളിയിലേക്ക് വരികയായിരുന്ന കുടുംബത്തെയാണ് ഒറ്റയാൻ ആക്രമിച്ചത്. സ്ഥിര ആന ഇറങ്ങുന്ന പ്രദേശമാണല്ലേ ഇത്. അത്തരത്തിലുള്ള സ്ഥലമാണ്. ഒറ്റയാൻ ഓടിയെടുക്കുന്നത് നമുക്ക് കാണാം. ഈ പ്രദേശത്തേക്ക് കാറൊക്കെ ഇട്ട് ഇങ്ങനെ നിർത്തിയിട്ട് നിൽക്കുന്ന അപകടകരം കൂടിയാണ്. ലിഷോ ഉണ്ട് വിവരങ്ങളുമായിട്ട്. ലിഷോ, ഇത് എപ്പോഴായിരുന്നു? ആളുകൾക്ക് പ്രത്യേകിച്ച് പരിക്കൊന്നും ഏറ്റില്ലല്ലോ അല്ലേ? ദിവിഷ്, ഇന്നലെ ആയിരുന്നു ഈ സംഭവം. ഇന്നലെ വൈകുന്നേരം ഏകദേശം 6 മണിയോട് കൂടിയാണ് മലക്കപ്പാറയിൽ നിന്നും അതിരപ്പള്ളി ഭാഗത്തേക്ക് വരികയായിരുന്ന കുടുംബത്തിന്റെ കാറിന് നേരെ ഒറ്റയാൻ ആക്രമണം നടത്തിയത്. അതായത് ആ വഴിയിൽ ആന നിൽക്കുന്നത് കണ്ടപ്പോൾ ഈ കുടുംബവും അതിന് പുറകിലുണ്ടായിരുന്ന വാഹനങ്ങളും എല്ലാം തന്നെ അവിടെ വാഹനം നിർത്തുകയായിരുന്നു. പക്ഷേ ആന നേരെ വാഹനത്തിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. പിന്നീട് ഈ വാഹനം റിവേഴ്സ് എടുത്ത് അല്പദൂരം പോന്നു. പിന്നീട് അധിക ദൂരം പുറകോട്ട് അങ്ങനെ ഓടിക്കാൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അങ്ങനെ ആ വാഹനം അവിടെ ഒരു ഭാഗത്ത് നിർത്തിയിട്ട സമയത്ത് ആന വാഹനത്തിൽ വന്ന് ആക്രമിക്കുകയും ചെയ്തു. വാഹനത്തിന്റെ ഹെഡ്ലൈറ്റ് ഉൾപ്പെടെയുള്ളവ പൊട്ടിയിട്ടുമുണ്ട്. വാഹനത്തിൽ നേരെ ആക്രമണം നടത്തിയ ശേഷം പിന്നീട് ആന പിന്തിരിയുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ പുറകിൽ വന്ന വാഹനത്തിൽ ഉണ്ടായിരുന്നവരാണ് ഇത് വീഡിയോ എടുത്തത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും ഉടനടി തന്നെ വിവരം അറിയിച്ചു. ഈ പ്രദേശത്ത് സ്ഥിരമായി ആനയുടെ സാന്നിധ്യം എല്ലാം തന്നെ ഉള്ളതാണ്. ഇതിപ്പോൾ ഈ മേഖലയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി മറ്റ് കാട്ടാനകളുടെ ആക്രമണമൊന്നും തന്നെ ഉണ്ടാകാറില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും ആനയുടെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഈ പ്രദേശത്ത് തന്നെയുള്ള ഒരു ഒറ്റയാൻ, അതായത് ഈ മേഖലയിൽ സ്ഥിരമായി കാണാറുള്ള ഒരു ഒറ്റയാനാണ് ഇത് എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ ഇതിപ്പോൾ വനമേഖലയാണ്. അതുകൊണ്ട് തന്നെ ആനകളുടെ ഒരു സ്വൈരവ്യവഹാരം അവിടെ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ സൂക്ഷിച്ചു പോവുക. ആനകളൊക്കെ മുന്നിൽ വരികയാണെങ്കിൽ പരമാവധി ഒഴിഞ്ഞു മാറി പോവുക എന്നുള്ളത് മാത്രമാണ് വനംവകുപ്പിനും ഇവിടെ പറയാൻ സാധിക്കുന്നത്. പരമാവധി പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ടെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്.